കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നീണ്ട 11 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുകയാണ്. ശ്രീ വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം 24 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അഭ്യൂഹങ്ങൾക്കും ട്വിസ്റ്റുകൾക്കൊന്നും നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു കുറവും ഇപ്പോഴും ഇല്ല. എങ്കിലും തിങ്കളാഴ്ച പുതിയ ഭരണസമിതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതോടുകൂടി എല്ലാം ഒന്ന് കെട്ടടങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിലും UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ചും AKCCയുടെ നിലപാടുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ AKCC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ ജോസുകുട്ടി ഒഴുകിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്കാരം. എന്തായാലും നീണ്ട ഒരു 11 ദിവസം ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള വലിയൊരു ചർച്ച, ഒരു മൂന്നിൽ മുഖ്യനാര് എന്നുള്ള ഒരു എന്താ പറയുക, ആ അത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് ഒരു എല്ലാ ജനങ്ങളും ഇങ്ങനെ പോവുകയായിരുന്നു. എങ്കിലും അതിനെല്ലാം വിരാമമായിട്ട് ഇപ്പോൾ ഒരു 24 മണിക്കൂറുകൾ പിന്നിടുകയാണ്. ശ്രീ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയായിട്ട്, കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത്. AKCC എങ്ങനെയാണ് ഈ ഒരു നിയമനത്തെ കാണുന്നത്? തീർച്ചയായും AKCC ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ശുഭോദർഗമായ തീരുമാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ താല്പര്യത്തെ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്, അതൊരു ജനാധിപത്യ പ്രക്രിയ തന്നെയായിരുന്നു. ഏതാണ്ട് തുല്യമായ അവകാശങ്ങളും തുല്യമായ കഴിവുകളുമുള്ള മാറ്റി നിർത്താൻ പറ്റാത്ത 3 പേരുള്ളപ്പോൾ അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി വെട്ടി നിരത്തലോ അതല്ലെങ്കിൽ ആ തരത്തിലുള്ള മാർഗങ്ങളോ ഒന്നും അവലംബിക്കാതെ നിരന്തരമായ ചർച്ചകളിലൂടെ ആശയരൂപീകരണം നടത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെയും മറ്റ് UDF-ൽ തന്നെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ ജനാധിപത്യപരമായ ഒരു തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള ചർച്ചകളും സമവായങ്ങളും അതുപോലെ തന്നെ ആശയരൂപീകരണങ്ങളും അഭിപ്രായ സമന്വയങ്ങളുമാണ് ഏറ്റവും അഭികാമ്യമായിരിക്കുന്നത്. ആ തരത്തിൽ തീർച്ചയായും ഈ ഒരു നീക്കം കേരളത്തിന്റെ ഭാവിക്ക് വളരെ നല്ലതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി സതീശനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 5 വർഷക്കാലം അദ്ദേഹം നിരന്തരമായി ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ശക്തമായ പ്രതികരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൊണ്ടുനടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ശക്തമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ആ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് രാഷ്ട്രീയത്തോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെ നിലനിൽപ്പോടും കേരളത്തിന്റെ ഭാവിയോടുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് പലപ്പോഴായി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലഘട്ടം, പുതിയുഗ യാത്ര അദ്ദേഹം നടത്തി. പുതിയ കാലഘട്ടം എങ്ങനെയായിരിക്കണം, കേരളത്തിന്റെ വികസനം ഏത് ദിശയിലേക്ക് പോകണം, എവിടെയാണ് കേരളത്തിന് കഴിഞ്ഞ ഭരണത്തിന് എവിടെയാണ് പഴിച്ചത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് സതീശൻ ഇപ്പോൾ അധികാരത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസ് അദ്ദേഹത്തിന് സ്വാഗതം നൽകുന്നു. അദ്ദേഹത്തിന്റെ എല്ലാവിധ ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ ശക്തമായ നിലപാടുകൾ കത്തോലിക്ക കോൺഗ്രസിന് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ, ഭരണരംഗങ്ങളിൽ ഉണ്ട്. അത് കാലാകാലങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ജനവിരുദ്ധമായ നിലപാടുകളിലേക്ക് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് യാതൊരു മടിയുമില്ല, ഭീതിയുമില്ല. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായ സമരത്തിലായിരുന്നു. ആ സമരങ്ങളൊക്കെ തീർച്ചയായും ഈ UDF-ന്റെ ഇത്തരത്തിലുള്ള ഒരു വിജയത്തെ ഒരുപക്ഷെ പരോക്ഷമായി, നേരിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല, പക്ഷെ പരോക്ഷമായി സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ വലിയൊരു ജാഥ ഉണ്ടായിരുന്നു. അതിൽ നിരവധി ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ചില ജനദ്രോഹ നയങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു യാത്രയായിരുന്നു രാജീവ് കൊച്ചുപറമ്പിൽ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അത് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 5 വർഷം ഏറ്റവും കൂടുതൽ കത്തോലിക്ക കോൺഗ്രസ് സമരമുഖത്തായത് വന്യജീവി അല്ലെങ്കിൽ മലയോര കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങൾ ഒരുപാട് ഉയർന്നു
ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ മലയോര കർഷകർക്ക്, കുടിയേറ്റ കർഷകർക്കൊന്നും ആ നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ കേരളം എത്തിയിരുന്നു. അത്തരത്തിൽ ഒരു വിഷയത്തിൽ വരുമ്പോൾ, നിലവിൽ പുതിയൊരു സർക്കാർ വരുമ്പോൾ ആ ഒരു വകുപ്പിൽ ആര് വരണമെന്നായിരിക്കും, അല്ലെങ്കിൽ എത്തരത്തിലൊരു സമീപനമായിരിക്കും എടുക്കേണ്ടത് എന്നാണ് AKCCക്ക് പറയാനുള്ളത്? ആര് വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മളത് പറയാൻ പാടില്ല. പക്ഷേ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജനകീയ പ്രശ്നങ്ങളില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. വന്യജീവി വകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. അപ്പോ മുൻകാലത്തിൽ നമുക്ക് വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്, വനം വകുപ്പിന്റെ നിലപാടുകൾ ഒന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ളതായിരുന്നില്ല. അത് തികച്ചും തീവ്ര പരിസ്ഥിതി നിലപാടുകാരുടെ ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നു. അതിന് പിന്നിൽ കുറെ അധികം കർത്തകരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ന്യായമായിട്ടും സംശയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള പ്രാഥമികമായ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ വനം വകുപ്പ് അവരെടുക്കേണ്ട ചുമതല അവരെടുത്തിട്ടില്ല. വനം വകുപ്പ് യഥാകാലങ്ങളിൽ ചെയ്യേണ്ടിയിരുന്ന സംരക്ഷണ നടപടികൾ, വന്യജീവികളെ വനത്തിനകത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് യഥാസമയം നഷ്ടപരിഹാരം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെയുള്ള വന്യജീവികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കൊടുക്കാതിരിക്കുക, വനം വകുപ്പിന് വേണ്ടി ഈ ഫെൻസിങ്ങിനും അതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ വകകൊടുത്തിരിക്കുന്ന തുകയുടെ 1/3 പോലും ചെലവഴിക്കാതിരിക്കുക, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ടിയിരിക്കുന്ന വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉള്ള നടപടികളിലേക്ക് ഇടപെടാതിരിക്കുക, കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ട് പോലും വനം വകുപ്പിന്റെ 11, 11, 2 വകുപ്പുകൾ പ്രകാരം വന്യജീവികളെ തുരത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുക, ഇതെല്ലാം ചെയ്തിട്ടുള്ള. അപ്പൊ തീർച്ചയായും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണുന്ന ഒരാളായിരിക്കണം വനംവകുപ്പിലേക്ക് വരേണ്ടത്. വനംവകുപ്പിന് മാത്രമല്ല മറ്റ് വകുപ്പുകളിലേക്കും ഇത് തന്നെയാണ് വരേണ്ടിയിരിക്കുന്നത്. നമ്മളെ ഭരണത്തെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, റവന്യൂവുമായി ബന്ധപ്പെട്ട്, ഭൂനിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ വളരെയധികം പ്രതിസന്ധികൾ നിൽക്കുന്നുണ്ട്. UDFന്റെ പ്രകടനപത്രിക വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഭൂനിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുമെന്ന് പ്രകടനപത്രിക വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 64-ന്റെ ഭൂപതിവ് ചട്ടങ്ങളിൽ 4-ാം ചട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2023-ൽ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി റദ്ദാക്കുമെന്നും അതിനോടനുബന്ധമാകുന്ന ചട്ടങ്ങളും റദ്ദാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിർമ്മാണ നിരോധനവും അതുപോലെ ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ മലയോര മേഖല നേരിടുന്നുണ്ട്. അപ്പോ മലയോര മേഖലയുടെ പ്രതിസന്ധികൾ കൃത്യമായി പരിഹരിക്കാവുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ UDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രകടന പത്രിക എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കി കിട്ടിയാൽ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം ആകുന്നുണ്ട്. തീർച്ചയായും ആ തരത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാളായിരിക്കണം ഈ വകുപ്പുകളിലേക്കൊക്കെ വരേണ്ടതെന്നാണ് നമുക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അത് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇതുണ്ട്. ന്യൂനപക്ഷ വകുപ്പ് കുറെ നാളുകളായി അത് കൈകാര്യം ചെയ്യുന്നത് ഒരു സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ്. നമുക്ക് ഇതിനകത്തൊരു സാമുദായികമായ ഒരു സ്പർദ്ധയോ അല്ലെങ്കിൽ സാമുദായികമായ ഒരു ചേരിതിരിവോ ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്നിലധികം ന്യൂനപക്ഷ സമുദായങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ സ്ഥിരമായി ഒരു സമുദായത്തിന് മാത്രം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു അല്പം അനൗചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നാളിതുവരെ കൈകാര്യം ചെയ്യാത്ത മറ്റൊരു സമുദായത്തിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകണം എന്ന ഒരു കാഴ്ചപ്പാട് കത്തോലിക്കാ കോൺഗ്രസിനുണ്ട്. ഇത് വിദ്യാഭ്യാസ കാര്യത്തിലുണ്ട് ഈ കാര്യങ്ങൾ. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും തീർച്ചയായും ഇതെല്ലാം ഒരു മുന്നണി സംവിധാനത്തിനകത്ത് ധാരാളം ഫോർമുലകളും ധാരാളം നീക്കുപോക്കുകളും എല്ലാം ഉണ്ടാവും, നമുക്കതൊക്കെ മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ പോലും കത്തോലിക്ക കോൺഗ്രസ് ഒരു കത്തോലിക്ക സമുദായ സംഘടനയാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളുടെ കാതൽ സെക്യുലർ തന്നെയാണ്. കാരണം ഇതൊരു ബഹുസ്വര സമൂഹമാണ്. ഇവിടെ വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ ബഹുസ്വര സമൂഹത്തിന്റെ ചേരുന്ന തരത്തിലുള്ള പൊതു സമീപനങ്ങൾ വേണം എടുക്കുവാൻ. ഏതെങ്കിലും പ്രത്യേക മതത്തോടോ പ്രത്യേക ജാതിയോടോ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കരുത് വിദ്യാഭ്യാസ വകുപ്പ് പോലുള്ള വകുപ്പുകൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളാണെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ എല്ലാവർക്കും തുല്യമായി ഈ ക്ഷേമങ്ങൾ എത്തത്തക്ക രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം. ഇതെല്ലാം കത്തോലിക്ക കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. ആ തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് കൃഷി. തീർച്ചയായിട്ടും മറ്റൊരു വിഷയം ഈ യുവജനങ്ങളുമായി സംബന്ധിച്ചിടത്തോളമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ നിലവിൽ ഒരു പഠനം കഴിഞ്ഞിട്ടുള്ള യുവജനങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചും ജോലി നല്ലത് കിട്ടുന്നില്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് യുവജനങ്ങൾ ഒഴുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു വൃദ്ധസദനം പോലെ കേരളം ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും
നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കൊടുത്ത പല അഭിമുഖങ്ങളിലും പല പ്രസംഗങ്ങളിലും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് യുവജനങ്ങൾ നാടുവിട്ടു പോകുന്നതിനെക്കുറിച്ച് അവരെ നാട്ടിൽ പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ ചെയ്യേണ്ട പല സമീപനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി ആവുമ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് അടിയന്തരമായി തന്നെ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ഈ ഒരു വിഷയത്തിൽ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണുന്നത്. അതിന് ഒന്ന്, വി ഡി സതീശന്റെ തന്നെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ, അത് നമ്മുടെ പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നു. രണ്ടാമത്തെ സംഗതി, കത്തോലിക്ക കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രവാസികളായിട്ടുള്ള രാജ്യം വിട്ടു പോകുന്ന യുവാക്കൾ പ്രത്യേകിച്ച് യൂറോപ്പിലും UK യിലും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ വിശദമായ ഒരു പഠനങ്ങൾ നടത്തുകയും സെമിനാറുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു സെമിനാർ ഉദ്ഘാടനം ചെയ്തത് വി ഡി സതീശനായിരുന്നു. യൂത്ത് കൗൺസിലിന്റെ ഈ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്ത പോലും അദ്ദേഹമായിരുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച ഒരു റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ അത് പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തു. അതായത് ഇന്ത്യൻ എക്സ്പ്രസിൽ വളരെ വിശദമായിട്ട് അത് വരികയുണ്ടായി. ഈ വിദേശത്തേക്ക് പോയിട്ടുള്ള ആളുകൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് തീരെ ചെറുതല്ല. ഒരു പക്ഷേ അതിൽ വളരെയധികം പേരും അവിടെ ജോലിയെടുക്കാനുള്ള വിസയ്ക്ക് ആവശ്യമായ സാഹചര്യം ഉണ്ടാകാതെ തിരിച്ചു വരേണ്ടി വരും എന്ന് ഭയപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 10-30,000 പേരോളം എങ്കിലും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു വന്നേക്കാം എന്നൊരു കണക്കും നമ്മൾ കേൾക്കുവാനിടയായി. ഇവിടെ കേരളത്തിന്റെ അത്രയും വിഭവസമൃദ്ധിയും കേരളത്തിന്റെ അത്രയും കാലാവസ്ഥാപരമായ ആനുകൂല്യമുള്ള ഒരു പ്രദേശത്ത് നിന്ന് ജോലി തേടി മലയാളികളായ ഒരാൾ പോലും പുറത്തു പോകേണ്ടതില്ലാത്തതാണ് യഥാർത്ഥത്തിൽ, പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കഴിഞ്ഞ ഒരു 10-20 വർഷമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചുരുക്കം ചില വികസന പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം ഈ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ഉണ്ടായതിന്റെ പേരിൽ അതിനനുബന്ധമായി ഉണ്ടാകേണ്ട തൊഴിൽ വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ കാർഷികോൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള, അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ജലസമൃദ്ധിയും അടിസ്ഥാനമാക്കിയുള്ള ധാരാളം വ്യവസായങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും ഇവിടെ സാധ്യതയുണ്ട്. നമ്മുടെ മലയോര മേഖലയുടെ സമൃദ്ധമായ കാലാവസ്ഥ ആഗോള ടൂറിസം രംഗത്തിന് ഏറ്റവും യോജിച്ചതാണ്. കേരളത്തിലെ ജനങ്ങളുടെ താരതമ്യേന ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും അതുപോലെ തന്നെ ഉയർന്ന സാംസ്കാരിക പശ്ചാത്തലവും കേരളത്തിന്റെ ആ പ്രത്യേക ഈ ഇന്ത്യൻ ഭൂപടത്തിൽ കേരളത്തിന്റെ ആ പ്രത്യേക പൊസിഷനും എല്ലാം കാരണം ആഗോള വിദ്യാഭ്യാസങ്ങളുടെ ഒരു ഹബ്ബായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ പോലും ജോലി അന്വേഷിച്ചോ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയോ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഭരണത്തിന്റെ അപാകത മൂലം അല്ലെ ഭരണമേഖലയിൽ ഉണ്ടായ പരാജയം മൂലം, മിസ്മാനേജ്മെന്റ് മൂലമാണ് ഇവിടെ തൊഴിൽ കിട്ടാതെ ആളുകൾ ഈ രാജ്യം വിട്ടുപോകേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കുക, നമ്മുടെ മലയോര മേഖലയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റ് കർഷക സംഘടനയുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏതാണ്ട് 8 ലക്ഷത്തോളം ഹെക്ടർ കൃഷിയോഗ്യമായ ഭൂമി വന്യജീവി ആക്രമണം മൂലം കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത നാളിലാണ് റബ്ബറിന് അല്പം വില കൂടിയത്. അതിനു മുമ്പ് റബ്ബറിന് വിലയില്ലായിരുന്നു. തെങ്ങ് നാളികേരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത നാളിൽ വില കൂടി, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ നാളികേര സംഭരണം ഉൾപ്പെടെയുള്ളതെല്ലാം പരാജയപ്പെട്ട് കിടക്കുകയാണ്. അത് തന്നെയാണ് നെല്ലിന്റെ അവസ്ഥയും. അപ്പോൾ കേരളത്തിന്റെ കാർഷികോൽപ്പന്നങ്ങള്, കേരളത്തിന്റെ തീരപ്രദേശങ്ങള്, കേരളത്തിന്റെ കായൽ ഭൂമി, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും നല്ല മാതൃകയാകാനായിട്ട് പറ്റുന്ന ഒരു പ്രദേശമാണ് കേരളം. ഇസ്രായേൽ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വികസിത മേഖലകൾ പോലെ, ഇസ്രായേലിന് ഞാൻ പറയാൻ കാര്യം വലുപ്പത്തിൽ വളരെ കുറവാണ്. ആ രാജ്യം വലുപ്പത്തിൽ വളരെ കുറവാണ്, ജനസംഖ്യയിൽ വളരെ കുറവായിട്ട് പോലും ലോകത്തിന് മുമ്പിൽ അത് എത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മലയാളികളുടെ കർമ്മശേഷിയും ബുദ്ധികൂർമ്മതി. അപ്പൊ തീർച്ചയായും ഇതെല്ലാം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് നല്ല ഒരു മാനേജ്മെന്റ് വഴി കേരളത്തിനകത്ത് ലക്ഷക്കണക്കിന് തൊഴിലുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഇവിടുന്ന് ജോലിക്ക് വേണ്ടി ആളുകൾ പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കാവുന്ന തരത്തിൽ കേരളത്തിന്റെ ഉൽപാദന രംഗത്തെയും നിർമ്മാണ മേഖലകളെയും സർവീസ് മേഖലകളെയും അതുപോലെ തന്നെ അന്തർദേശീയ നിലവാരത്തിൽ ഒരു IT ഹബ്ബ് എന്നുള്ള നിലയിൽ വിദേശത്തേക്കുള്ള IT സേവനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, മെക്കട്രോണിക്സ് മേഖലകളിൽ ഒക്കെ വളരെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനായിട്ട് കേരളത്തിൽ കഴിയും. ആ തരത്തിൽ കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി കേരളം ഭരിക്കണം എന്നുള്ളതാണ് വി ഡി സതീശനിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം, അധികാരമേറ്റതിന് ശേഷം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കാണുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള നിവേദനം കൊടുക്കാനുള്ള തീരുമാനങ്ങൾ വല്ലതുണ്ടോ?
ഉണ്ട്. ഞങ്ങള് അത് സംബന്ധിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹത്തുമായിട്ട് നേരിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മൾ വളരെ മുൻഗണന കൊടുക്കുന്ന ഏതാനും മേഖലകളുണ്ട്. അതിലൊന്ന് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം നടപ്പിലാക്കി കിട്ടേണ്ടതുണ്ട്. അത് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് തന്നെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. ആ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്റെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ ഒന്ന് പരിഷ്കരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടാണ് നിരവധിയായ പ്രതിസന്ധികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവയ്ക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴി നൽകുന്ന സേവനങ്ങള്, സഹായങ്ങള്, സാമ്പത്തിക സഹായങ്ങള് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു സുതാര്യതയും അതിനകത്ത് കുറച്ചുകൂടെ ഫണ്ട് നൽകുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുപോലെ ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ടൂറിസം മേഖല, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ടൂറിസം മേഖലയും അതുപോലെ ലോജിസ്റ്റിക്സിന്റെ മേഖലകളിലും വലിയ നേട്ടങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാംസ്കാരികം, വിദ്യാഭ്യാസം, തൊഴിൽപരം, അതുപോലെ തന്നെ സമുദായ ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട്, വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വിപുലമായ ഒരു മെമ്മോറാണ്ടം തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അടുത്ത ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാർ പുറത്തുവിട്ടെങ്കിലും അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം അത് ഒരു പുതിയ സർക്കാരിനാണ്. കഴിഞ്ഞ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബാക്കി ഇനി പൂർണ്ണമായും ആ ഒരു വിഷയത്തിൽ സഭകളുമായി ചേർന്ന് ആലോചിച്ച് തന്നെ സർക്കാർ നടപടിയെടുക്കേണ്ടതുണ്ട്. അതെല്ലാം പ്രതീക്ഷ ശ്രീ VD സതീശൻ അദ്ദേഹത്തിലുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് സമയത്ത് അദ്ദേഹം പലവട്ടം ആവർത്തിച്ച് പറഞ്ഞ ഒരു വാക്കായിരുന്നു JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം. അതെല്ലാം അദ്ദേഹം നടപ്പിലാക്കാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് വെച്ചാൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ പാർട്ടിയിൽ കൂടുതൽ ജനങ്ങളാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിരുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ ഹൈക്കമാൻഡിന് ഈ ഒരു നടപടി എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് തന്നെ കാണാം. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പല പോഡ്കാസ്റ്റുകളിലും പല ഇൻ്റർവ്യൂകളിലും പല പ്രസംഗങ്ങളിലും പറഞ്ഞ ഒരു ന്യൂജൻ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കേരളത്തെക്കുറിച്ച്, യുവജനങ്ങളെക്കുറിച്ചൊക്കെ ഒരു ന്യൂജൻ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ച് കേരളത്തെ മാറ്റിയാൽ കേരളം ഒരു സുന്ദരമായ ഒരു നാടായി മാറുമെന്ന് ഇന്നത്തെ യുവജനങ്ങൾക്കും ഈ ഒരു പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയെ വരണമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും അതിപ്പോൾ നടന്നിരിക്കുകയാണ്. ബാക്കി അദ്ദേഹം പറഞ്ഞ പ്രവർത്തികൾ അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. എന്തായാലും ഇത്തരം ചിന്തകൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ നിലപാട് വ്യക്തമാക്കിയതിന് ശ്രീ ജോസ് കുട്ടിയിൽ ഒഴികൽ സാറിന് പ്രത്യേകം നന്ദി. ഇത്ര നേരം ഞങ്ങളുമായി സമയം പങ്കിട്ടതിന് നന്ദി. താങ്ക് യു.